പെരുമ്പാവൂർ നിയോജക മണ്ഡലം മഹിളാ കോൺഗ്രസിന്റെയും ജനപ്രതിനിധികളുടെയും കൺവെൻഷൻ ഫ്ലോറ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മനോജ് മൂത്തന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമ്പാവൂർ ഫ്ലോറ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ KPCC അംഗം O ദേവസി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട തെരഞ്ഞെടുപ്പാണിത്. ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ട വിഭാഗമാണ് വനിതകൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കരുതലെടുക്കുന്ന ഒരു വിഭാഗമാണ് വനിത, അല്ലേ? ഇപ്പം നിങ്ങൾ ഇരിക്കുന്നതിൽ മിക്കവാറും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ കുറേയേറെ പ്രതിനിധികൾ കാണും. ഇത്രയും പേരുകൾ ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്, അല്ലേ? മഹാനായ രാജീവ് ഗാന്ധി വിഭാവനം ചെയ്ത പഞ്ചായത്തി രാജ് ബില്ലിൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള സംവരണം ഏർപ്പാട് ചെയ്തതിൻ്റെ പേരിലാണ് 51% നിങ്ങളാണ്, അല്ലേ? വനിതകളാണ്. ആ ശക്തി നിങ്ങൾ പ്രകടിപ്പിക്കണം. ആരോ പറഞ്ഞ കാലത്തിൻ്റെ കുളമ്പടിനാഥൻ കേൾക്കാൻ വരുവിൻ നാട്ടാരെ, കാലം നൽകിയ കരുത്തുമായി മഹിളാമണികൾ വരുന്നുണ്ട്, അല്ലേ? ആ ഒരു മുദ്രാവാക്യം നിങ്ങളുടെ മനസ്സിലെപ്പോഴും പ്രതിഫലിക്കണം. പെരുമ്പാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അനു അബീഷ് അധ്യക്ഷത വഹിച്ചു. നമ്മൾക്കൊരു ഡ്രീമുണ്ട്. ആ ഡ്രീം UDF അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾക്കറിയാം, കേരള ജനത 100% അസംതൃപ്തരാണ്. ഏതൊരു മേഖലയിലെടുത്താലും അവിടെ ഒരു ഭരണ പരാജയവും അഴിമതിയും നമ്മൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി കൃത്യമായി ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ നിന്നും ഒരു മാറ്റം വരണമെങ്കിൽ, കേരള ജനതയെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കണമെങ്കിൽ നമ്മൾക്കെല്ലാവർക്കും ഒന്നായിരിക്കേണ്ടതുണ്ട്, ഒരു ലക്ഷ്യമായിരിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ സ്വപ്നമായി മാറേണ്ടതുണ്ട്. നമ്മുടെ വിഷനാവണം, അത് നമ്മളുടെ മിഷനാവണം. അതിനുള്ള ഒരു സമയത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ വരുന്ന 9-ാം തീയതി നമ്മളിവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മളുടെ അടുത്ത ചിന്തകളെക്കുറിച്ച്, നമ്മുടെ വികസന സ്വപ്നങ്ങളെക്കുറിച്ച്, നമ്മുടെ നല്ല നാളെയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായ ഒരു ഭാവി ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായ കാര്യം നമ്മളുടെ വോട്ടുകൾ എല്ലാം നമ്മുടെ സ്ഥാനാർത്ഥിക്കായി നമ്മൾ സമാഹരിക്കുക എന്നുള്ളത് തന്നെയാണ്. കൺവെൻഷനിൽ UDF സ്ഥാനാർത്ഥി മനോജ് മൂത്തന് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. നിരവധി പേർ ഷോൾ അണിയിച്ചു. വനിതകളുടെ പിന്തുണയാണ് UDF അനുകൂലമായി ഉണ്ടാകുന്നതാണ് നമ്മുടെ എല്ലാ സർവേകളും പറയുന്നത്. കാരണം നമ്മൾ ഉയർത്തിയിട്ടുള്ള ഗ്യാരണ്ടി, ഇന്ദിരാ ഗ്യാരണ്ടി, ആ ഗ്യാരണ്ടിയിൽ ഏറ്റവും കൂടുതൽ വനിതകളെയാണ് സ്വാധീനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വനിതകൾ ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ വനിതകളുടെ വോട്ട് നമുക്ക് ലഭ്യമാകും. കേരളത്തിലെ വനിതകളെ സംബന്ധിച്ച് വലിയ മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന കാര്യമാണ് KSRTC സൗജന്യ യാത്ര. നമുക്ക് ഏത് ബസ്സിലും കയറി യാത്ര ചെയ്യാന്ന് പറയുന്ന സംവിധാനം ഉണ്ടാകുമ്പോൾ വലിയ മാറ്റം ഉണ്ടാകും. അതുപോലെ നമ്മുടെ പുതിയ തലമുറ പെൺകുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക്, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ സ്റ്റൈഫൻഡ്, 1000 രൂപ മാസം പഠിക്കുന്ന കുട്ടികൾ സ്റ്റൈഫൻഡ് കിട്ടാന്ന് വെച്ചാൽ വലിയ കാര്യം. JB സജി, UDF കൺവീനർ PK മുഹമ്മദ് കുഞ്ഞ്, ഷീബ രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് അൽഫോൻസ ഡേവിസ്, അഹല്യ സദാനന്ദൻ, ബിന്ദു ഗോപാലകൃഷ്ണൻ, ഷൈമി വർഗീസ്, സിന്ധു ശശി, സിസിലി ഇയോബ്, ഷെമിത ഷെരീഫ്, ജോയി പൂണേലി, P പ്രസാദ്, മോളി തോമസ്, മായ കൃഷ്ണകുമാർ, ഷോജ റോയ്, മിനി സാജൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.